Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Namo Bhagavate Vasudevaya. Om Ajnanatimrandasya Jnananjana Shalakaya Chakshuranmilitam Yena Tasmai Shri Guruve Namaha. Shri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupa Kada Mahyam Dadati Supadantikam Vandeham Shri Gurum Shri Udapadakamalam Shri Gurum Vaishnavamsya Shri Rupam Sagrajatam Sagna Raghunatham Vidam Tam Sajivam Sadvedam Savadudam Varjana Saitam Krishna Chaitanya Devam Shri Radha Krishna Padan Sagana Lilita Shri Vishakam Vidam Sha Ye Krishna Karuna Sindhu Dinabandho Jagatpade Gopesha Gopika Kanda Radha Kanda Namostude Tapta Kanjana Gaurangi Radhe Vrindavaneshwari Rishabhanu Sude Devi Pranamami Hari Priye Vancha Kalpata Rupe Chakrupa Sindhu Pevacha Patidanam Pavanebhyo Vaishnavebhyo Namo Namaha Namo Om Vishnupadaya Krishna Prishthaya Bhutale Srimate Bhaktivedanta Swamini Dinamine Namaste Saraswati Deve Gauravani Pracharine Nirvishesha Shunyavadi Paschatya Desatarine Jai Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Srivasadi Gauravakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare Hare Guruve Gaurachandraya Radhikaya Tadaraye Krishnaya Krishna Bhaktaya Tad Bhaktaya Namo Namaha Hare Krishna Hari Om Tat Sat. So Bhagavad Gita as it is Adhyayam 7 രണ്ടാമത്തെ ശ്ലോകം മുതൽക്കാണ് നമുക്ക് വായിക്കുന്നത്. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി ശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോ ജ്ഞാത്വവ്യം അവിശിഷ്യതേ. ജ്ഞാനം തേഹം സവിജ്ഞാനം ഇദം വക്ഷ്യാമി ശേഷതഃ യജ്ഞാത്വാ നേഹ ഭൂയോ ജ്ഞാത്വവ്യം അവശിഷ്യതേ. സിമി മാതാജി and Arsana Mataji. Hare Krishna. Jnanam teham savijnanam itam vakshyami asheshataha yajnatva neha bhuyo jnai jnatvayam avashishyate. Jnatvyam avashishyate. Hare Krishna Guruji. Hare Krishna. Translation. I shall now declare unto you in full this knowledge, both phenomenal and numinous. This being known, nothing further shall remain for you to know. Haribo. I shall now declare unto you in full this knowledge, both phenomenal and numinous. This being known, nothing further shall remain for you to know. ഭഗവാൻ പറയുന്നത് രണ്ട് തരത്തിലുള്ള ആ ജ്ഞാനം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും അറിയേണ്ട ആവശ്യമില്ല. എന്താണ് ഫിനോമിനൽ ആൻഡ് ന്യൂമിനസ് എന്ന് പറഞ്ഞാൽ? ബോത്ത് ഫിനോമിനൽ ആൻഡ് ന്യൂമിനസ്. എന്ത് നോളജ് ആണത്? എന്താണ്? ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ. ഗ്രോസ്, അതായത് ചുരുക്കത്തില് ഭൗതിക നോളജും ഭൗതിക ജ്ഞാനവും ആധ്യാത്മികവും. സ്പിരിച്വൽ നോളജ് അത്ര ഈസി അല്ല. ഫിസിക്കലാണ് ഫിനോമിനൽ. ഈ നമുക്ക് കണ്ണോട് കാണാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ഇന്ദ്രിയങ്ങളും കൊണ്ട് കാണാൻ പറ്റുന്നതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ചില നോളജ്, ആധ്യാത്മിക തരത്തിലുള്ള നോളജ്, അത് ഗ്രോസ് അല്ല, ഫിസിക്കൽ അല്ല, ഫിനോമിനൽ അല്ല, ന്യൂമിനസ്. ദാറ്റ് ഈസ് സട്ടിൽ. അതുകൊണ്ടാണ് അവിടെ ഫിനോമിനൽ ആൻഡ് ന്യൂമിനസ്, physical and metaphysical. Okay, so complete knowledge includes knowledge of the phenomenal world and the spirit behind it and the source of both of them. Full knowledge ആണ് നമ്മുടെ ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. എന്താണ് ഫുൾ നോളജ്? കംപ്ലീറ്റ് നോളജ്. നോളജ് ഓഫ് ദ ഫിനോമിനൽ വേൾഡ് മാനിഫെസ്റ്റഡ്, നമുക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ സ്പിരിറ്റിനെ പറ്റി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അത് ഈ അതോറിറ്റേറ്റീവ് സ്ക്രിപ്റ്റേഴ്സ് മാത്രം. ആചാര്യന്മാർ എന്താണ് പറയുന്നത്, ഗുരു സാധു ശാസ്ത്ര. അപ്പൊ അതിനെ നമുക്ക് ഒരു ഗ്രോസ് ആയിട്ടുള്ള നോളജ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. സ്പിരിച്വല് സയന്റിഫിക് ആയിട്ടുള്ള, അതായത് ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന അവർക്ക്
അവരുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അവരുടെ പരീക്ഷണങ്ങളെ കൊണ്ടോ ആത്മാവിനെ സ്പിരിറ്റിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പറയും ഇല്ല, ലോജിക്കലി ഇറ്റ് കനോട്ട് ബി പ്രൂവൺ, സോ ഇറ്റ് ഈസ് നോട്ട് ദർ, ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ. അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ രണ്ട് തരത്തിലുള്ള ആ നോളജും അതിൻ്റെ സോഴ്സും ഞാൻ പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ബോത്ത് ഫിനോമിനൽ, ദ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ദ സോഴ്സ് ഓഫ് ബോത്ത് ഓഫ്. അപ്പോൾ ഗ്രോസ് നോളജും ആൻഡ് ദ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ദ സോഴ്സ്. അപ്പോൾ ഇത് എവിടുന്നാണ് വരുന്നത്? ഇൻഡിപെൻഡന്റ് അല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഫിനോമിനൽ വേൾഡ്, ഈ ഗ്രോസ് ആയിട്ട് നമുക്ക് കാണുന്ന ഈ പ്രകൃതി, ഇത് ഇൻഡിപെൻഡന്റ് അല്ല. ദർ ഇസ് സം കോസ് ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് ദ സ്പിരിറ്റ്, ദ ലിവിങ് എനർജീസ്, നമ്മളും ഇൻഡിപെൻഡന്റ് അല്ല. ദർ ഇസ് സം സോഴ്സ് ബിഹൈൻഡ് ഇറ്റ്. അതാണ് ഇവിടെ പറയുന്നത്. നോളജ് ഓഫ് ദ ഫിനോമിനൽ വേൾഡ്, ദ സ്പിരിറ്റ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് ദ സോഴ്സ് ഓഫ് ബോത്ത് ഓഫ് ദം. അപ്പൊ വളരെ ക്ലിയർ ആണ്, ഇത് തന്നെ പൊട്ടിമുളച്ചതൊന്നല്ല. ദർ ഇസ് എ സോഴ്സ് അല്ലേ? ഈ കാണുന്ന മാനിഫെസ്റ്റഡ് വേൾഡിനും അൺമാനിഫെസ്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക്. ഇതിനെല്ലാം ഒരു സോഴ്സ് ഉണ്ട്. അപ്പൊ ആ സോഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് ട്രാൻസെൻഡന്റൽ നോളജ്. ഇതാണ് ശരിക്കുള്ള ദിവ്യജ്ഞാനം. എന്താണ് ദിവ്യജ്ഞാനം? ഇതെല്ലാം അറിയുന്നതാണ് ദിവ്യജ്ഞാനം. ഈ നമ്മൾ കാണുന്നത് മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതും അനുഭവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടിയിട്ടുള്ളതാണ് കംപ്ലീറ്റ് ഒരു പാക്കേജാണ് ഈ ട്രാൻസെൻഡന്റ് നോളജ്. The Lord wants to explain the above-mentioned system of knowledge because Arjuna is Krishna's confidential devotee and friend. എന്തുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ കാരണം? അർജുനന്റെ ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ്, ഈസ് നോട്ട് ഓൺലി എ ഫ്രണ്ട്, ഈസ് എ ഡിവോട്ടി ആൾസോ. അപ്പൊ മറ്റുള്ളവരോ? യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട് അല്ലെ, പിന്നെ അതേപോലെ നകുല സഹദേവന്മാരുണ്ട്. ഇവരും ഡിവോട്ടിയാണ്. പക്ഷേ അർജുനന്റെ ആ സ്റ്റേച്ചറിൽ വരില്ല. സോ ഹി ഈസ് ടോപ്പ് മോസ്റ്റ് ഇൻ ദാറ്റ് എമംഗ് ഫൈവ്. സോ അർജുന വാസ് സെലക്ടഡ് to get imparted this knowledge, the topmost knowledge. So in the beginning of the 4th chapter, this explanation was given by the Lord, and it's again confirmed here. Complete knowledge can be achieved only by the devotee of the Lord in disciplined succession directly from the Lord. Arjuna ആ ഭാഗ്യം കിട്ടി. ഭഗവാന്റെ തിരുമുഖത്ത് നിന്ന് തന്നെ ഈ കംപ്ലീറ്റ് നോളജ്, ഫുൾ നോളജ്, പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം കിട്ടാനുള്ള ഈ ഒരു അവസരം അല്ലെങ്കിൽ ഈ ഭാഗ്യം അർജുനുണ്ടായി. Therefore, one should be intelligent enough to know the source of knowledge, who is the cause of all causes and the only object for meditation in all types of yoga practice. അപ്പോൾ എല്ലാ കാരണത്തിൻ്റെയും കാരണക്കാരനായിട്ടുള്ള ആ ഭഗവാനെ പറ്റിയിട്ട് മനസ്സിലാക്കാനും, അതേപോലെ ആരാണോ ദ ഒബ്ജക്റ്റ് ഓഫ് ലവ്, ഒബ്ജക്റ്റ് ഓഫ് യോഗ പ്രാക്ടീസ്, ഇതെല്ലാം മനസ്സിലാക്കാൻ അർജുനന് സാധിച്ചു. അർജുനന് അതിന്റെ ഭാഗ്യമുണ്ടായി. When the cause of all causes becomes known, then everything knowable becomes known and nothing remains. അപ്പോൾ എല്ലാ കാരണത്തിന്റെയും കാരണക്കാരനെ മനസ്സിലാക്കിയാൽ എല്ലാം നോളജ് നമുക്ക് കിട്ടി. കാരണം വെച്ചാൽ ആ കാരണക്കാരനാണ് നമുക്ക് ബാക്കിയെല്ലാം പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പൊ നമ്മള് ഭഗവാന്റെ പക്കൽ നിന്ന് ഭഗവാന്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ശ്രമിക്കണം. ഭഗവാനെ നമ്മൾ നമ്മുടെ പക്കത്തേക്ക് കൊണ്ടുവരണം. ഭഗവാനെ നമ്മൾ ചോദിക്കേണ്ടത്, ഭഗവാന്റെ സാധനങ്ങളെല്ലാം. ഭഗവാനെ കിട്ടിയാൽ ഭഗവാന്റെ എല്ലാ സാധനങ്ങളും നമ്മുടേതായി. അതല്ല അതിൻ്റെത്. അപ്പൊ നമ്മള് ഒരു ധനികന്റെ വീട്ടിൽ പോയിട്ട് പണം ചോദിക്കുകയാണ്. ധനികൻ തരുമായിരിക്കും, ഓക്കെ, പക്ഷെ ആ പണം മതി. പക്ഷെ ധനികൻ തന്നെ നമ്മുടെ സുഹൃത്തായി കഴിഞ്ഞാൽ ധനികന്റെ അടുത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടേതായി. കാരണം വെച്ചാൽ അവിടെ അത്രയും ഫ്രണ്ട്ഷിപ്പ്. അതേപോലെ ഇവിടെ ഭഗവാൻ സ്വയം അർജുനൻ്റെതാവുമ്പോ എന്തെല്ലാം ഭഗവാന്റെ ഉണ്ടോ അതെല്ലാം അർജുനന് മനസ്സിലാക്കാൻ പറ്റും, അർജുനന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് വി ഷുഡ് നോട്ട് ആസ്ക് കൃഷ്ണാസ് തിങ്സ്, വി ഷുഡ് ആസ്ക് ഫോർ കൃഷ്ണ. ദുര്യോധനൻ കൃഷ്ണന്റെ സൈന്യത്തെ ചോദിച്ചു.
അർജുനൻ കൃഷ്ണനെ ചോദിച്ചു, ആരാണ് ബുദ്ധിമാൻ? അർജുനൻ. കൃഷ്ണൻ തൻ്റെ വശത്ത് വന്നാൽ, തൻ്റെ പക്കത്ത് വന്നാൽ കൃഷ്ണൻ്റെതായിട്ടുള്ള എല്ലാം അർജുനൻ്റെയാണ് അല്ലേ? ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് അർജുനൻ ബുദ്ധിമാനാണ്. അർജുനൻ സൈന്യത്തല്ല ചോദിച്ച് കൃഷ്ണനെ സ്വയം ചോദിച്ചു. അപ്പൊ കൃഷ്ണന്റെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അർജുനന് കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. സോ ദ വേദാസ് മുണ്ടക ഉപനിഷത്ത് സേസ് കസ്മിൻ യു ഭഗവതോ വിജ്ഞാതേ സർവം ഇദം വിജ്ഞാതം ഭവതീതി. അപ്പൊ ഇതാണ് അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന നോളജ്, ബോത്ത് ഫിനോമിനൽ ആൻഡ് ന്യൂമിനസ് ആൻഡ് ദ സോഴ്സ് ഓഫ് എവറിഥിങ്. എന്തെങ്കിലും സംശയങ്ങളോ അതോ ഉണ്ടോ? അല്ലെങ്കിൽ അടുത്ത ശ്ലോകത്തിൽ പോവാം. നമ്പർ 3. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതദാമപി സിദ്ധാനാം കശ്ചിന്മാം വേതി തത്വതഃ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതദാമപി സിദ്ധാനാം കശ്ചിന്മാം വേതി തത്വതഃ. പാർവതി മാതാജി ആൻഡ് രൂപേശ്വരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതമപി സിദ്ധാനാം കശ്ചിന്മാം വേതി തത്വതഃ. ഹരി ബോൾ. രൂപേശ്വരി മാതാജി പോയോ? ഓക്കെ, സിമി മാതാജി വായിക്കോ. Translation. Out of many thousands among men, one may endeavor for perfection, and of those who have achieved perfection, hardly one knows me in truth. Very good. Out of many thousands among men, one may endeavor for perfection, and of those who have achieved perfection, hardly one knows me in truth. അപ്പോൾ ആലോചിച്ചു, എന്താണ് എന്നാ ഒരു ചാൻസ്, വളരെ വളരെ റിമോട്ട് ചാൻസസ് ആണ് എന്താ ടു അച്ചീവ് പെർഫെക്ഷൻ. എന്നിട്ട് ആ പെർഫെക്ഷന് ശേഷം ഭഗവാനെ തത്വത്തിൽ അറിയാൻ അതിലും വിരളമാണെന്ന് പറഞ്ഞ ആൾക്കാർ. സോ ഔട്ട് ഓഫ് മെനി തൗസൻഡ്സ് അല്ലെങ്കിൽ ആയിരം ആൾക്കാരുടെ ഇടയിൽ വൺ മേ എൻഡെവർ ഫോർ, ഒരാളത്തെ അതായത് പെർഫെക്ഷൻ സ്റ്റേജിലെത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ആ പെർഫെക്ഷൻ സ്റ്റേജിൽ എത്താൻ ശ്രമിക്കുന്ന ആൾക്കാരിൽ ഹാർഡ്ലി വൺ നോസ് മീ ഇൻ ട്രൂത്ത് എന്ന് പറയുന്നു. എന്നെ തത്വത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ വളരെ വളരെ വിരളമാണ്. സോ ദാറ്റ് ഈസ് ദ പെർസെൻറ്റേജ്. സോ ദർ ആർ വേരിയസ് ഗ്രേഡ്സ് ഓഫ് men, and out of many thousands one may be sufficiently interested in transcendental realization to try to know what is the self, what is the body, and what is the absolute truth. നമുക്കറിയാം നമ്മളുടെ ഇപ്പൊ ഈവൻ ഇന്ത്യയിൽ തന്നെ എടുത്താലും ശരി, 140 crores ഓഫ് പീപ്പിളിൽ എത്ര ആൾക്കാർ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നുണ്ട്? വളരെ വളരെ ആൾക്കാർ. യെസ്, കുറെ ആൾക്കാർ പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ കുറെ ആൾക്കാർ അമ്പലത്തിൽ പോകുന്നുണ്ടാവാം, ഓക്കെ, ഭഗവാന്റെ വിശ്വാസം ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നില്ല. അവനവന്റെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയിട്ട് അവർ അമ്പലത്തിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയി, അതായത് അമ്പലം അല്ലെങ്കിൽ ചർച്ച് അല്ലെങ്കിൽ മോസ്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം. പക്ഷെ ഭഗവാനെ അറിയാൻ, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊന്നും അറിയാൻ ആരും ആഗ്രഹിക്കാറില്ല. അവിടെ പോവും, പ്രാർത്ഥിക്കും, എൻ്റെ കാര്യങ്ങൾ സാധിക്കണം, എനിക്ക് നല്ല ജോലി വേണം, ഓക്കെ, നല്ല കാറ് വേണം, നല്ല ബംഗ്ലാവ് വേണം, നല്ല ഫാമിലി വേണം, പൈസ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവർ ഈശ്വര വിശ്വാസം ഉണ്ടാവുന്ന മാത്രം. പക്ഷെ ഭഗവാനെ അറിയുന്ന ആൾക്കാരില്ല, വളരെ കുറവാണ്. അതാണ് പറയുന്നത്, generally there are various grades of men, and out of many thousands one may be sufficiently interested in transcendental realization to try to know what is self, what is body, and what is absolute truth. ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ഈശ്വരവിശ്വാസം ഉണ്ടെന്ന് പറയും. എന്തിനാണ് ഈശ്വരവിശ്വാസം? തൻ്റെ ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ നിറവേറാൻ വേണ്ടിയിട്ട് മാത്രം.
അല്ലാണ്ട് ഭഗവാനെ അറിയാനോ ഞാൻ ആരാണെന്ന് അറിയാനോ അതിനെ പറ്റിയിട്ടുള്ള അങ്ങനെയുള്ള ആ സ്പിരിച്വൽ നോളേജിന് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടായിരിക്കില്ല. തത്വം മനസ്സിലാക്കാനായിട്ടില്ല, സിദ്ധാന്തം മനസ്സിലാക്കാനാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. സോ ജനറലി മാൻകൈൻഡ് is simply engage in animal propensities, namely eating, sleeping, defending and mating, and hardly anyone is interested in transcendental. അപ്പോ ഈ so called believers, എന്താ so called believers പറയാൻ, അവരുടെ വിശ്വാസം എന്തിനാണ്? വെറും ഈറ്റിംഗ്, മേറ്റിംഗ്, സ്ലീപ്പിംഗ് ആൻഡ് ഡിഫെൻഡിങ്, അതിനു വേണ്ടിയിട്ടാണ് അല്ലേ? അവര് അതിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ പ്രകൃതി എന്താണ്, എന്റെ ജന്മത്തിന്റെ ആ ഉദ്ദേശം എന്താണ്, ഇതൊന്നും അറിയാൻ ആഗ്രഹമില്ല. അപ്പൊ ഈ പ്രൊപ്പൻസിറ്റീസ് ആണ് എല്ലാവർക്കും ഉള്ളത്, ഇൻക്ലൂഡിങ് ദോസ് ഹു ആർ ഗോയിങ് ടു ടെമ്പിൾ. So hardly anyone is interested in transcendent knowledge. അത് എല്ലാവർക്കും ഈ സെയിം അനിമൽ ജനറലി സ്പീക്കിംഗ് അനിമൽ പ്രൊപ്പൻസിറ്റീസ് ആണ്. ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ് ആൻഡ് വെയിറ്റിംഗ്. ഇത് മൃഗങ്ങൾക്കും സാധാരണ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മളും മൃഗങ്ങളും തമ്മിലുള്ള എന്താണ് അന്തരം? സെയിം പ്രൊപ്പൻസിറ്റി ആണെങ്കിൽ എന്താണ് അന്തരം? ഒരു അന്തരവുമില്ല. അവരും ചെയ്യുന്ന ഒരേ ആക്ടിവിറ്റി നമ്മളും ചെയ്യുന്ന ഒരേ, നമ്മൾ കുറച്ചും കൂടി ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മാനറിലായിരിക്കും അത് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, ഡിഫെൻഡിങ്, വെയിറ്റിംഗ്, അല്ലാണ്ട് വേറെ യാതൊരു വ്യത്യാസം കാണുന്നില്ല. So the first 6 chapters of the Gita are meant for those who are interested in transcendent knowledge, in understanding the self, the super self, and the process of realization by Jnana Yoga, Dhyana Yoga, and discrimination of the self from matter. However, Krishna can be known only by persons who are in Krishna consciousness. Bhagwan Krishna അറിയണമെങ്കിൽ one has to transcend this general mode of propensities of eating, sleeping, defending and mating. അപ്പൊ അതൊന്ന് ട്രാൻസെൻഡ് ചെയ്തിട്ട് നമ്മൾ അറിയാൻ ശ്രമിക്കണം, ഞാൻ ആരാണ്, എൻ്റെ അസ്തിത്വം എന്താണ്, ഭഗവാൻ ആരാണ്, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ഉദ്ദേശം, ഞാൻ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകണം, എൻ്റെ ലക്ഷ്യം എന്താണ്, ഡെസ്റ്റിനേഷൻ എന്താണ്. ഈ കാര്യങ്ങളൊക്കെ ആർക്കാണ് അന്വേഷിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുക? അത് ഒരു കൃഷ്ണ കോൺഷ്യസ് ഡിവോട്ടീസ് മാത്രമേ അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ who are in Krishna consciousness, other transcendentalists may achieve impersonal Brahman realization, for this is easier than understanding Krishna. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ് ഒരു പേഴ്സണ് മാത്രമാണ് ഈ തലത്തിലുള്ള ദിവ്യജ്ഞാനത്തിനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ. ബാക്കിയുള്ളവർക്ക് ബ്രഹ്മൻ റിയലൈസേഷന്, ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള ആ താല്പര്യം കാണില്ല. കൃഷ്ണ is the supreme person, but at the same time is beyond the knowledge of Brahman and Paramatma. So ultimate ആയിട്ടുള്ള ഭഗവാൻ റിയലൈസേഷൻ അത് കൃഷ്ണ കോൺഷ്യസ് ആൾക്കാർക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. മറ്റുള്ളവർക്ക് ബ്രഹ്മൻ പരമാത്മ ആ തലത്തിൽ. So that is also partial understanding. The yogis and jnanis are confused in their attempts to understand Krishna. അപ്പോൾ ചുരുക്കത്തില് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ജ്ഞാന പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരും ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. Although the greatest of the impersonalists, Sripad Shankaracharya, has admitted in his Gita commentary that the Krishna is supreme personality of Godhead, followers do not accept Krishna as such, for it is very difficult to know Krishna, even though one has transcendental realization of himself. Adi Shankaracharya, Sripad Adi Shankaracharya, കൃഷ്ണൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാന്, പരമ ദിവ്യത്വ പുരുഷൻ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അനുയായികള് അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് ആരാണ് ഭഗവാൻ എന്നുള്ള ആ പൂർണ്ണ ജ്ഞാനമില്ല. അവർക്ക് എന്താണ്? പാർഷ്യൽ നോളേജ് ഉള്ളൂ. ബ്രഹ്മന്റെയും പരമാത്മാവിന്റെയും നോളേജ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. Impersonal Brahman is incomplete understanding എന്നാണ് ശ്രീ പ്രഭുപാദ ഈ പർപ്പോട്ടിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്.
So Krishna is the supreme personality of Godhead, the cause of all causes, the primary Lord Govinda. Ishvara Parama Krishna Sachidananda Vigraha. Anadir Adir Govinda Sarva Karana Karanam. Brahmava Brahma Samhidale Parayana Aditya invocation mantrana. Ishvara Parama Krishna Sachidananda. Arana Ishwaran Parameshwaran Arana Krishna. And the Adetinde Rupam Idana Sachidananda. Vigraha Paranya Rupam. And Sachidananda, eternal, full of knowledge, full of bliss. Anadir Adir Govinda. Anadir, there is no beginning for him. Adir is the origin. Arana Govinda. Govinda എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥങ്ങളുണ്ട്. എന്താണ്? ഒന്ന് സെൻസസിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഗോവിന്ദ. പിന്നെ ഗോക്കളെ പാലിക്കുന്നത് ഗോവിന്ദൻ. ഓക്കെ. പിന്നെ ഗോവർദ്ധൻ ധാരി, ഗോപികമാരുടെ മാസ്റ്റർ, എല്ലാം ഗോവിന്ദ, ഗോപാല, ഗോവർദ്ധൻ, ഗോപിക, ഇതെല്ലാം പല പല അർത്ഥങ്ങളുണ്ട്. അപ്പോ ഗോവിന്ദ ആരാണ്? ഗോവിന്ദ സർവ കാരണക്കാരനും, എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനാണ്. വെറും കാരണമല്ല, സർവ കാരണക്കാരൻ, എല്ലാ കാരണത്തിന്റെയും കാരണം. അതാണ് ബ്രഹ്മാവിനെ പറയുന്നത്. The first living entity who is coming from the Lord himself. So it's very difficult for the non-devotees to know him. Although non-devotees declare that the path of bhakti or devotional service is very easy, they cannot practice it. അപ്പോ ഈ കാര്യങ്ങള് അഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. Although non-devotees declare the path of bhakti or devotional service very easy, they cannot practice. ആര് പറയും നിങ്ങൾക്ക് എന്താ ജപിച്ചിരുന്നാൽ മതി, എന്തായാലും ഉള്ളത്, എത്ര ബുദ്ധിമുട്ടുള്ളത്? യോഗികളെ പോലെ അഷ്ടാംഗ യോഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഭക്തന്മാർക്ക് വളരെ ഈസിയാണ്. പക്ഷെ അത് പറയാൻ ഈസിയാണ്, പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഈസി അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. So if the path of bhakti is so easy as the non-devotee class of men proclaim, then why do they take up the difficult path? That's easy angle. Why they are not practicing? They are going after yoga practice, which is very, very difficult. Actually, the path of bhakti is not easy. The so-called path of bhakti practiced by unauthorized persons without knowledge of bhakti may be easy. But when it is practiced factually, according to the rules and regulations, speculative scholars and philosophers fall away from the path. Apo, the path of devotion, whimsically cheyan easy ആണ്. പക്ഷേ ആസ് പെർ റൂൾസ് ആൻഡ് റെഗുലേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി അല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ ഭക്തിയോഗ മാർഗം. വിംസിക്കലി അവര് ഞാൻ ചെയ്യുന്നതെല്ലാം ഡിവോഷണൽ സർവീസ് ആണ്, എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ മനസ്സെന്താ പറയുന്നത് അത് പ്രകാരം ഞാൻ ചെയ്യുമ്പോൾ ഓക്കെ, ദാറ്റ്സ് ഈസി ആയിട്ട് തോന്നും. കാരണം എൻ്റെ കൺവീനിയൻസ് വെച്ച് അതിനെ വളച്ചൊടിച്ച് അത് ഡിവോഷണൽ സർവീസ്. പക്ഷേ ശരിക്കും റെഗുലേറ്റഡ് ഡിവോഷണൽ സർവീസ് ചെയ്യാൻ നമ്മൾ ഗുരു സാധു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അതത്ര ഈസി അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്. So Srila Rupa Goswami writes in his Bhakti Rasamrita Sindhu, Shruti Smriti Puranadi Pancharatra Vidhim Vina Aikantiki Harir Bhaktir Utpatayeva Kalpade. എന്താണ് പറയുന്നത്? Devotional service of the Lord that ignores the authorized Vedic literatures like the Upanishads, Puranas and Narada Pancharatra, simply an unnecessary disturbance in it. എന്താണ് പ്രഭുപാദ പറയുന്നത്? ഈ ഭക്തി രസാമൃത സിന്ധുവിലെ രൂപ ഗോസ്വാമി കോട്ട് ചെയ്ത ഈ ശ്ലോകമാണ് പറയുന്നത്. ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിംബിന. ശ്രുതി എന്താണ്? ശ്രുതി ഏതൊക്കെയാണ് ശ്രുതി? ശ്രുതിയിൽ ഏതൊക്കെ വരും? മറന്നു എല്ലാവരും? ശ്രുതിയാ ഞാൻ ചോദിച്ചു മാതാജി. സ്മൃതി അല്ലേ? അതെ. അപ്പൊ ശ്രുതിയിലെ ഏതൊക്കെ ഗ്രന്ഥങ്ങളാ വരാ? വേദങ്ങള് ഉപനിഷത്തുകള് ഇതൊക്കെ ശ്രുതിയിൽ വരും. സ്മൃതിയിലോ?
ഇതിഹാസങ്ങൾ. ഓക്കെ, പിന്നെ പുരാണാദി സ്മൃതിയിലെ പുരാണങ്ങളും വരും, പക്ഷെ പുരാണം ഇവിടെ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രുതി വേദങ്ങളും ഉപനിഷത്തുകളും, സ്മൃതി പറഞ്ഞാൽ നമ്മുടെ ഇതിഹാസങ്ങള്, പുരാണാദി നമ്മുടെ 18 പുരാണങ്ങള്, പിന്നെ പാഞ്ചരാത്ര നമ്മളുടെ പഞ്ചരാത്ര വിധികള് നാരദ മഹർഷിയുടെ. ഈ വിധി പ്രകാരം, വിധി വിന ഇല്ലാതെ, വിന എന്ന് പറഞ്ഞാൽ വിതൗട്ട്, ഐകാന്തികി ഹരേർ ഭക്തി, നമ്മളുടെ ഇഷ്ടപ്രകാരം ഭക്തി ഹരിഭക്തി ചെയ്യുകയാണെങ്കിൽ, ഉത്പാദയൈവ കൽപ്പത, അതായത് ഉത്പാദയൈവ കൽപ്പത, അതെന്താണ്? ഡിസ്റ്റർബൻസ് ആണ്. ഹ്യൂമൻ സൊസൈറ്റിയിൽ അതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും എന്നാ പറയുന്നത്. അപ്പൊ നമ്മള് ഭക്തി ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ആസ് പെർ ദ ഇൻജങ്ഷൻസ് ഗിവൺ ഇൻ ശ്രുതി സ്മൃതി പുരാണാദി പാഞ്ചരാത്രി. അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റർബൻസ് മാത്രം. നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നില്ലേ, പല പല റിച്വൽസും കാണുന്നില്ലേ? പല റിച്വൽസും ഇതൊന്നും നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയാത്ത റിച്വൽസ് ആണ്. ഒക്കെ ഓരോ ട്രഡീഷണൽ ആയിട്ട് എന്നോ ഒരു സമയത്ത് ഇത് ആരോ തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊരു റിച്വൽസും എന്തൊരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആധ്യാത്മിക തലത്തിൽ അതിന് എന്തെങ്കിലും റെഫറൻസ് നമ്മുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നല്ലെങ്കിൽ ശ്രുതി, അല്ലെങ്കിൽ സ്മൃതി, അല്ലെങ്കിൽ പുരാണങ്ങൾ, അല്ലെങ്കിൽ പാഞ്ചരാത്ര. ഈ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് കാര്യമില്ല, ചെയ്തിട്ടേ പറയും. അതാണ് ഇവിടെ പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്? സിംപ്ലി അൺനെസറി ഡിസ്റ്റർബൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ദർ ഷുഡ് ബി എ സപ്പോർട്ടിങ് വാട്ട് യു കോൾ എവിഡൻസ് ഇൻ ദ ശാസ്ത്രാസ്. അപ്പോഴേ അങ്ങനെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മുടെ മനസ്സ് എന്താണ് പറയുന്നത്, അങ്ങനെ നമ്മൾ ഓരോന്ന് കെട്ടിച്ചമയ്ക്കാൻ പാടില്ല എന്ന് ചുരുക്കത്തിൽ പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. So it is not possible for the Brahman realized impersonalist or the Paramatma realized yogi to understand Krishna, Supreme Personality of Godhead, as the son of Mother Yashoda or the charioteer of Arjuna. അപ്പോ ഭഗവാൻ കൃഷ്ണൻ യശോദമ്മയുടെ മകനാണ്, അല്ലെങ്കിൽ അർജുനന്റെ തേരാളിയാണെന്ന് ആർക്ക് വിശ്വാസം വരില്ല? ബ്രഹ്മൻ റിയലൈസ് ഇംപേഴ്സണലിസ്റ്റ് ജ്ഞാനിമാർക്കും അതേപോലെ യോഗികൾക്കും ഇത് ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് അവർക്ക് ദഹിക്കില്ല. എങ്ങനെയാണ് ഈ പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ഇവരുടെ അർജുനന്റെ ഒരു തേരാളിയായിട്ടോ അല്ലെങ്കിൽ യശോദമ്മയുടെ മകനായിട്ട് വരാൻ പറ്റുന്നത്? ഇത് അവർക്ക് ദഹിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈവൻ ദ ഗ്രേറ്റ് ഡെമിഗോഡ്സ് ആർ സംടൈംസ് കൺഫ്യൂസ്ഡ് അബൌട്ട് കൃഷ്ണ. മുഹ്യന്തി യത് സൂരയ. ഓക്കെ, അതായത് ഭാഗവതത്തിലത്തെ ആദ്യത്തെ ശ്ലോകം എന്താണ്? മുഹ്യന്തി യസ്, അതായത് ദർ ആൾസോ ബിൽഡഡ് ഇല്യൂഷൻ. ആര്? സൂരയ മീൻസ് ദ ഗ്രേറ്റ് സേജസ്. അതാണ് ഇവിടെ പറയുന്നത്. ഈവൻ ദ ഗ്രേറ്റ് ഡെമിഗോഡ്സ് ആർ സംടൈംസ് കൺഫ്യൂസ്ഡ് അബൌട്ട് കൃഷ്ണ. ദേ ആർ ആൾസോ ഇല്യൂഷൻഡ്. മാം തു വേദ ന കശ്ചന, നോ വൺ നോസ് മീ എസ് ഐ ആം. ഭഗവാൻ കൃഷ്ണനെ ആ കൃഷ്ണനായിട്ട് ആരും ആ തത്വത്തിൽ ആരും മനസ്സിലാക്കുന്നില്ല. The Lord says, and if one does know him, then samahatmasu ദുർലഭ. അങ്ങനെ ഭഗവാനെ അറിയുന്ന ആൾക്കാരെ വളരെ വളരെ ദുർലഭമാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈവൻ ദ ഗ്രേറ്റ് സേജസ്, ഈവൻ ദ ഡെമിഗോഡ്സ്, they cannot know him in truth. തത്വത്തില് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. Such a great soul is very. അതാണ് ഇവിടെ പറയുന്നത്. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കുന്ന ആൾക്കാര് വളരെ വളരെ കുറവാണ്. ആയിരം ആൾക്കാരിലെ ഹാർഡ്ലി ഒരാളെയാണ് ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്ന ആൾക്കാരില് ഹാർഡ്ലി വൺ നോസ് ഹിം ഇൻ ട്രൂത്ത് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ സുദുർലഭ എന്ന് പറയുന്നത്. തത്വത്തില് ഭഗവാനെ അറിയുന്ന ആൾക്കാർ വളരെ 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 വിരളമാണ്. Therefore, unless one practices devotional service to the Lord, one cannot know Krishna as he is, even though one is great scholar or philosopher. അപ്പൊ എന്താണ് ഭഗവാനെ അറിയാനുള്ള ഒരേ ഒരു മാർഗം? ഡിവോഷണൽ സർവീസ്.
only a devotee will know him in truth. ഒരു ഡിവോട്ടീവിന് ഭക്തിമാർഗം സ്വീകരിച്ച ഒരു ഡിവോട്ടിക്ക് മാത്രം ജ്ഞാനമാർഗം, കർമ്മമാർഗം അല്ലെങ്കിൽ ധ്യാനമാർഗം, ഈ മാർഗങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. So only the pure devotees can know something of the inconceivable transcendental qualities in Krishna. ഇതൊന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതിനും അപ്പുറമാണ്. ലോജിക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വിൽ നോട്ട് വർക്ക് ടു നോ കൃഷ്ണ. നമ്മളുടെ ലോജിക്കും റീസണിങ്ങും കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ അളക്കാൻ പറ്റുമോ? ഭഗവാൻ കൃഷ്ണന്റെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഭഗവാൻ കൃഷ്ണന്റെ ആ ഒറിജിൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അതിനെന്താണ്? അതിന് ഭഗവാന്റെ മേഴ്സി തന്നെ കിട്ടണം. ഭഗവാന്റെ ആ കൃപാ കടാക്ഷം ഇല്ലാണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ പല തവണ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രാമാനുജാചാര്യരുടെ ആ തത്വം എന്താണ്? ഭക്തി മാർഗവും ജ്ഞാനമാർഗവും എന്താണ്? ഒന്ന്, പൂച്ച തൻ്റെ കുട്ടിയെ കൊണ്ടുവന്നതും കുരങ്ങൻ തൻ്റെ കുട്ടിയെ കൊണ്ടുവന്നതും അതുപോലെയാണ്. ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ അമ്മ പൂച്ച തൻ്റെ കുട്ടിയെ എങ്ങനെ കൊണ്ടുപോകണം? പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് കടിച്ച് പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആ പൂച്ചക്കുട്ടി വല്ല പ്രശ്നമുണ്ടോ? ഒന്ന് അനുവദിച്ചു കൊടുത്താൽ മതി അല്ലെ? നേരെ മറിച്ചോ കുരങ്ങനെ അമ്മയുടെ ദേഹത്തില് മുറുക്കി പിടിച്ച് ഇരിക്കണം. അവരെ എഫേർട്ട് എടുക്കണം. ആ കയ്യെ ഗ്രിപ്പ് വിട്ടാൽ താഴെ വീണു. എത്ര വീതമുള്ള മരത്തിനഴിച്ച് താഴെ വീഴും. അപ്പൊ അമ്മയ്ക്ക് അവിടെ ഇതില്ല. അപ്പൊ ഇവരുടെ സ്വന്തം എഫേർട്ട് കൊണ്ടാണ് അവര് ഒരു സ്ഥലത്ത് മറ്റേ സ്ഥലത്തേക്ക് പോകുന്നത് അല്ലെ? മറ്റത് ഭഗവാന്റെ കൃപയാണ്. ഭഗവാന്റെ കൃപ പറഞ്ഞാൽ അമ്മ പൂച്ച വളരെ സോഫ്റ്റ് ആയിട്ട് കടിച്ചു പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് മറ്റേ ഭഗവാൻ എങ്ങനെ ഒരു ഭക്തനെ തൻ്റെ കൂടെ ഇരുത്തി എല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇതെല്ലാം തത്വങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നു, അതേപോലെയാണ്. മറ്റത് സ്വന്തം അതായത് ധ്യാനമാർഗം, ജ്ഞാനമാർഗം എന്ന് പറഞ്ഞാൽ അവരുടെ എഫേർട്ടാണ്. അവരുടെ എഫേർട്ട് ഇല്ലെങ്കിൽ അറിയാൻ പറ്റും. അതും മുഴുവൻ അറിയാനും പറ്റൂല. എന്തെങ്കിലും പാളിച്ച വന്നാൽ അപ്പൊ പോയി. കയ്യിൽ നിന്ന് വിട്ടാൽ അവർ വീണു അല്ലേ? അവരെ എഫേർട്ട് ഇല്ലെങ്കിൽ വീണു. നേരെ മറിച്ച് ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. പൂച്ചക്കെട്ടി ഒന്നും മിണ്ടാതെ അനുവദിച്ചു കൊടുത്താൽ മതി. ബാക്കി അമ്മ പൂച്ച നോക്കിക്കൊള്ളും. അപ്പൊ അതാണ് ജ്ഞാനമാർഗവും ഭക്തിമാർഗവും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഓൺലി ദ പ്യൂർ ഡിവോട്ടീസ് can know something of the inconceivable transcendental qualities of Krishna. He is being the cause of all causes. എല്ലാ കാരണത്തിന്റെയും കാരണക്കാരനാണ് ഭഗവാൻ. His omnipotence and opulence and his wealth, fame, strength, beauty, knowledge and renunciation, because Krishna is benevolently inclined to his duty. അപ്പൊ ഭഗവാന്റെ ഈ ഷഡൈശ്വര്യങ്ങളും എല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തന് മാത്രമേ പറ്റുള്ളൂ. ഭഗവാൻ ഭക്തന് ഇതെല്ലാം വേണ്ടുന്ന സമയത്ത് എല്ലാ ജ്ഞാനവും ഇമ്പാർട്ട് ചെയ്യും. എങ്ങനെ ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വേണ്ടുന്ന ജ്ഞാനങ്ങൾ എങ്ങനെ കൊടുത്തുവോ, അതായത് തേനെ ബ്രഹ്മ ഹൃദയാദി കവയെ മുഹ്യന്തിയൂരാണ് അല്ലെ? ബ്രഹ്മാവിന്റെ ഹൃദയത്തിലേക്ക് ഇമ്പാർട്ട് ചെയ്യാണ് ചെയ്തത്. അതേപോലെ ഭക്തന്മാർക്ക് എന്തെല്ലാം ജ്ഞാനം ആവശ്യമാണോ അതെല്ലാം ഭഗവാൻ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. സോ he is the last word in Brahman realization, and the devotees alone can realize him as he is. Therefore it is said. അപ്പോൾ ബ്രഹ്മൻ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ അൾട്ടിമേറ്റ് റിയലൈസേഷൻ, അതായത് ഭഗവാൻ റിയലൈസേഷൻ. ബ്രഹ്മൻ ഇവിടെ he is the last word in Brahman realization പറഞ്ഞാൽ not the Brahma Jyoti, not the Paramatma, but the Bhagwan realization. He means Krishna. Krishna is the last word in realizing the absolute truth, and the devotees alone can realize him as he is. Okay, ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാനെ as it is or as he is മനസ്സിലാക്കാൻ പറ്റും. Therefore it is said, Rupa Goswami again ഭക്തി രസാമൃത സിന്ധുവിൽ പറയുന്നു, അഥ ശ്രീകൃഷ്ണ നാമാദി
ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ഹി ജിഹ്വാദു സ്വയം ഏവ സ്ഫുര്യതഃ. എന്താണ്? ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. അത്തഃ ശ്രീകൃഷ്ണ നാമാദി. ഓക്കെ, ശ്രീകൃഷ്ണനും നാമ ആദി, ഹിസ് നെയിം, ഓക്കെ, ഹിസ് ആട്രിബ്യൂട്ട്സ്, ഹിസ് ലീലാസ്, ഹിസ് പാരഫെർനാലിയ, ഇതൊന്നും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റില്ല. ന ഭവേത് ഗ്രാഹ്യം, ഗ്രഹിക്കാൻ പറ്റില്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അത് ഭഗവാൻ കൃഷ്ണൻ നാമം, ഭഗവാൻ കൃഷ്ണന്റെ ഗുണങ്ങള്, വിശേഷണങ്ങള്, പിന്നെ പാരഫെർനാലിയ, ലീല, ഇതൊന്നും നമ്മളുടെ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സേവോന്മുഖേ ഹി ജിഹ്വാദു. ഓക്കെ, സേവ ചെയ്തുകൊണ്ട്. എങ്ങനെ? ജിഹ്വ. എങ്ങനെ ജിഹ്വ കൊണ്ട് നമ്മള് സേവ ചെയ്യാ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പിന്നെ അതല്ലാണ്ട് എങ്ങനെ സേവ ചെയ്യാൻ പറ്റും? പ്രസാദം. യെസ്, അത് ഓർമ്മിക്കണ്ടല്ലേ? Preaching. യെസ്, പ്രസാദം, പ്രീച്ചിങ് എല്ലാം ഇതിൽ വരും. ഭഗവാനെ നമ്മളുടെ ജീവ കൊണ്ട് സേവിക്കണം. സേവോന്മുഖേ ജീവാദു എന്നാൽ എന്താ? സ്വയം ഏവ സ്ഫുര്യത. ഓട്ടോമാറ്റിക്കലി എവറിത്തിങ് വിൽ ബി റിവീൽഡ് ടു അസ്. ഭഗവാൻ നമുക്ക് വേണ്ടുന്ന എല്ലാ ജ്ഞാനവും തരും. അല്ലാണ്ട് നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട്, ഇന്ദ്രിയങ്ങളുടെ ആ ബലം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ അറിയാൻ ശ്രമിക്കും. അതാണ് ജ്ഞാനികൾ ചെയ്യുന്നത്. എനിക്ക് ബുദ്ധിയുണ്ട്, ആ ബുദ്ധി കൊണ്ട് ഞാൻ അനാലിറ്റിക്കൽ സ്റ്റഡി ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അറിയാം ടു എ സർട്ടൻ എക്സ്റ്റെന്റ്, ആസ് ഹി ഈസ്. ഭഗവാനെ പോലെ, ഭഗവാന്റെ ആ എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഭക്തന് മാത്രമേ അത് അതിനുള്ള ഭാഗ്യമുള്ളൂ. ബാക്കി എല്ലാവർക്കും പാർഷ്യൽ നോളജ് ആണ് ഇവിടെ കിട്ടുന്നത്. അതാണ് രൂപഗോസ്വാമി പറയുന്നത്, ഡോണ്ട് ട്രൈ ടു നോ ഹിം ബൈ അവർ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ്. അത്തഃ ശ്രീകൃഷ്ണ നാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയേ സേവോന്മുഖേ ജിഹ്വാദോ സ്വയം ഏവ സ്ഫുര്യതഃ. അപ്പോൾ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ കാര്യങ്ങൾ വരുമ്പോ നമ്മളൊരു പൂച്ചക്കുട്ടി ആവണം. ഭഗവാൻ വിട്ടുകൊടുക്കണം. അങ്ങനെ പൂച്ചക്കുട്ടി തന്റെ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു, എല്ലാം ടോട്ടൽ സറണ്ടർ ആണ്. എന്ത് വേണം ചെയ്തോളൂ, എവിടേക്ക് വേണമെങ്കിൽ കൊണ്ടേക്കോളൂ, ഞാൻ അനുവദിച്ചു തരാം. അതേപോലെ നമ്മളും ഭഗവാൻ വിട്ടുകൊടുക്കുക. ഭഗവാൻ വേണ്ടുന്ന എല്ലാ ജ്ഞാനങ്ങളും ആ ഭക്തന് തരും എന്നാണ് പറയുന്നത്. സോ നോ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ ആസ് ഹി ഈസ് ബൈ ദ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ്. കാരണം എന്താണ് കാരണം? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമുക്ക് ഭഗവാനെ അറിയാനുള്ള കഴിവില്ല. കാരണം എന്താണ്? ഇന്ദ്രിയങ്ങൾക്ക് ഡിഫക്ട്സ് ഉണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്? 4 ഡിഫക്ട്സ് ആണ്. എന്തെല്ലാം 4 ഡിഫക്ട്സ്? ഈറ്റിംഗ് പ്രൊപ്പൻസിറ്റി, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ്, ഇംപെർഫെക്റ്റ് സെൻസസ്, ചീറ്റിംഗ് പറഞ്ഞു, ചീറ്റിംഗ് പ്രൊപ്പൻസിറ്റി, കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് അത് പറഞ്ഞോ, ഇല്യൂഷൻ, ടു ബി ഇല്യൂഷൻഡ്. അപ്പൊ ഈ 4 പ്രോബ്ലംസ് ആണ്, ഡിഫക്ട്സ് ആണല്ലോ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ നമ്മളുടെ ബ്ലണ്ട് മെറ്റീരിയൽ സെൻസസ്, ഇംപെർഫെക്റ്റ് മെറ്റീരിയൽ സെൻസസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ മറ്റുള്ള ജ്ഞാനമാർഗത്തിലുള്ള ആൾക്കാരും മെയിനായിട്ട് അവർ ശ്രമിക്കുന്ന എന്താണ്? തൻ്റെ ഇന്ദ്രിയങ്ങളുടെ ബലത്തില് ഭഗവാനെ അറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലോജിക്കിലൂടെ, ലോജിക് ആൻഡ് റീസണിങ്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. യെസ്, യു ക്യാൻ, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. തത്വത്തിൽ മനസ്സിലാക്കാൻ ആർക്കാ പറ്റുന്നത്? ഭഗവാൻ അത് തൻ്റെ ഭക്തന്മാർക്ക് മാത്രമേ ആമോദിച്ചു കൊടുക്കുന്നുള്ളൂ. മറ്റേത് പറഞ്ഞ പോലെ ഓക്കെ, യു ട്രൈ, യു മേ ഓർ മേ നോട്ട്, സം 10%, 20%, 30%, 50%, ബട്ട് ഭഗവാനായിട്ട്
മനസ്സിലാക്കാൻ പറ്റുന്ന ഭഗവാൻ എന്നുള്ള ആ പൂർണ്ണമായിട്ടുള്ള ആ ആസ്പെക്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഭക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. അത് കാരണം ഭക്തന്മാർക്ക് ഭഗവാന്റെ മേഴ്സി ഉണ്ട്. മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല, പക്ഷെ പൂർണ്ണമായിട്ടുള്ള മേഴ്സി ഇല്ല. കാരണം അവർ സ്വന്തം പ്രയത്നമാണ് ചെയ്യുന്നത്. ഇവിടെ അർജുനനെ പോലെ ഭഗവാൻ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ടോട്ടൽ സറണ്ടർ ആണ്. പൂർണ്ണമായിട്ടുള്ള ആ ഒരു ആശ്രയം ഭക്തന്മാർ ചെയ്യുമ്പോൾ ഭഗവാൻ കനിയുന്നു അവരുടെ മീത്. മറ്റുള്ളവർ ഓക്കെ, you want to try yourself, you want to put in your effort to understand me, okay, go do it. എത്രത്തോളം സാധിക്കും അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാം. ആരാണോ ഭഗവാന് പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്നത് അവരെ സ്പെഷ്യലായിട്ട് ഭഗവാൻ കൺസിഡർ ചെയ്യും. അവർക്ക് മേഴ്സി കിട്ടും. മറ്റുള്ളവർക്ക് മേഴ്സി കിട്ടില്ല എന്നല്ല, അത് പ്രൊപ്പോർഷനേറ്റ്ലി കുറവായിരിക്കും. പൂർണ്ണമായിട്ടുള്ള മേഴ്സി ആർക്കാ കിട്ടുക? ഭക്തന്മാർക്ക്. അതുകൊണ്ട് ഭഗവാൻ ആരാ ആണ് എന്നുള്ളത് ഈസ് ദ കോസ് ഓഫ് ഓൾ കോസസ് എന്ന് അവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് സ്പെക്കുലേറ്റ് ചെയ്യണം. ജ്ഞാനികൾക്ക് നേതി നേതി നേതി, നോട്ട് ദിസ് നോട്ട് ദിസ് നോട്ട് ദാറ്റ് നോട്ട് ദാറ്റ്, അങ്ങനെ സ്പെക്കുലേറ്റ് ചെയ്ത് വരും. അവരിങ്ങനെ ആ ലോജിക്കും റീസണിങ് വെച്ച് സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇതല്ല അതാണ്, അതല്ല ഇതാണ്. പക്ഷെ ഭഗവാന് ഭക്തന്മാരെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഭഗവാൻ തന്നെ അവർക്ക് അതിന് വേണ്ടതുള്ള അജ്ഞാനം ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്നു. ഇതാണ് വ്യത്യാസം. അപ്പൊ പ്രഭുപാദ് അതാണ് സ്ട്രെസ് ചെയ്യണത്. ബിക്കം എ ഡിവോട്ടി ഇസ് ഈസി. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? നല്ലൊരു ബ്യൂട്ടിഫുൾ ശ്ലോകാണിത്. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. എന്തെങ്കിലും കമന്റ്സോ ചോദ്യങ്ങളുണ്ടോ? പ്രഭുജി, ഞാൻ ആദ്യമായിട്ട് ഗീത ക്ലാസ്സിൽ പോയപ്പോ ഈ ശ്ലോകമായിരുന്നു അവിടെ എടുത്തത്. ഞാനൊരു 6th സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ ആദ്യം ആയിട്ട് ഗീത ക്ലാസ്സിലോട്ട് ചെന്നത് അപ്പൊ ഈ ശ്ലോകമായിരുന്നു. ഇത് എപ്പോഴും ഞാൻ ഓർത്തിരിക്കും. അവിടെ നാട്ടിൽ വെച്ചിട്ടാ? നാട്ടില്. അപ്പൊ എവിടെ ഇങ്ങനെ അർത്ഥമൊന്നും പറയേണ്ടി വരത്തില്ല. ഈ വായിക്കാൻ പഠിപ്പിക്കുന്ന പോലെയായിരുന്നു. വേറെ എന്തെങ്കിലും ഇനി അതർ കമന്റ്സ്? ഇല്ല, ഒന്നുമില്ലെങ്കിൽ ഒരു ശ്ലോകം കൂടി എടുക്കാം. ടെക്സ്റ്റ് 4. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതി അഷ്ടദാ. ഭൂമിരാപോ നലോ വായു കമ്മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതി അഷ്ടദാ. ഓക്കെ, രൂപേശ്വരി മാതാജി ആൻഡ് പാർവതി മാതാജി. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവ ച അഹങ്കാര ഇതി യമ്മേ ഭിന്ന പ്രകൃതിരഷ്ടദഃ. അഷ്ടധാ. Translation, Parvati Mataji. Earth, water, fire, air, ether, mind, intelligence, and false ego. Altogether, these 8 constitute my separated material energies. Very good. Earth, water, fire, air, ether, mind, intelligence, and false ego. Altogether, these 8 constitute my separated material energies. Okay. And വിഭിന്നമായിട്ടുള്ള ശക്തികൾ ഏതൊക്കെയാണ്? ഭൂമി, ആപോ, അനലോ, വായു, കം. അല്ലെ? പിന്നെ മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ego. ഇതെല്ലാം മെറ്റീരിയൽ എനർജി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തെ 5 എണ്ണം സ്ഥൂലമായിട്ടുള്ളതും പിന്നത്തെ 3 എണ്ണം സൂക്ഷ്മമായിട്ടുള്ളതാണ്. ഗ്രോസ് ആൻഡ് സട്ടിൽ. ഗ്രോസ് ഏതൊക്കെയാണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. ഇതെല്ലാം ഗ്രോസ് ആണ്. മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ego ഇത് സട്ടിലാണ്. സോ ഈ 8 എണ്ണമാണ് ഭഗവാന്റെ വിഭിന്നമായിട്ടുള്ള
എനർജീസ്, ശക്തി എന്നാണ് പറയുന്നത്. ഇപ്പോ 5 പഞ്ചഭൂതങ്ങൾ അല്ലേ, അതാണ് 5 gross elements, പിന്നെ 3 subtle elements. So the science of God analyzes the constitutional position of God and its diverse energies. Material nature is called Prakriti, or the energy of the Lord in its different Purusha incarnation, expansion, as described in the Narada Panjaratra, one of the Satvata Tantras. എന്താണ് പറയുന്നത്? ഇതെല്ലാം പാർട്ട് ഓഫ് പ്രകൃതിയാണ്, ഈ മെറ്റീരിയൽ നേച്ചറിന്റെ പ്രകൃതിയാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം. പ്രകൃതി എല്ലാം കോമ്പിനേഷൻ ഓഫ് ഈ എനർജിയാണ് ഈ പ്രകൃതി. ഇപ്പോ എന്താണ് സാത്വത തന്ത്രത്തിൽ പറയുന്നത്? വിഷ്ണുസ്തു ത്രീണി രൂപാനി പുരുഷാഖ്യാനി അഥോ വിദുഹു ഏകം തു മഹതാ സൃഷ്ടി ദ്വിതീയം തു അണ്ഡ സംസ്ഥിതാം തൃതീയം സർവഭൂതസ്ഥം താനി ജ്ഞാത്വാ വിമുച്യതേ എന്നാണ് പറയുന്നത്. ഫോർ മെറ്റീരിയൽ ക്രിയേഷൻ ലോർഡ് കൃഷ്ണസ് പ്ലിനറി എക്സ്പാൻഷൻ അസ്യൂംസ് 3 വിഷ്ണുസ്. അപ്പൊ ഭൗതിക തലത്തിലുള്ള സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണൻ തന്നെ പ്ലിനറി എക്സ്പാൻഷൻ ആണ് 3 വിഷ്ണു ആയിട്ട് വരുന്നത്. നമുക്കറിയാം എല്ലാം ആരൊക്കെയാണത്. ഫസ്റ്റ് വൺ മഹാവിഷ്ണു, അല്ലെങ്കിൽ ആ മഹാവിഷ്ണുവിന്റെ വേറെ പേരെന്താണ്? കാരണോദകശായ വിഷ്ണു. കാരണോദകശായ വിഷ്ണു creates a total material energy known as the Mahatattva. അപ്പൊ എന്താണ് ടോട്ടൽ മെറ്റീരിയൽ എനർജി? 24 എലിമെന്റ്സ് ആണ് അല്ലേ. അതായത് പഞ്ചഭൂതങ്ങള്, 5 ഇന്ദ്രിയങ്ങള്, 5 ഇന്ദ്രിയ വിഷയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, ഓക്കെ, പിന്നെ സട്ടിലായിട്ടുള്ള ഈ എലിമെന്റ്സ്, അതായത് മൈൻഡ്, ഇന്റലിജൻസ് ആൻഡ് ഫോൾസ് ഈഗോ, ദെൻ ടൈം എലിമെന്റ് ഉണ്ട് അല്ലെ. ഇതെല്ലാം 24. പിന്നെ അതിന്റെ മീതാണ് ആത്മാവ്, അതിന്റെ മീതാണ് പരമാത്മാവ്. ഇതെല്ലാമാണ് ഈ ആദ്യത്തെ 24 എന്താണ് മഹത്തത്വ. അതിന്റെ മീതയാണ് ആത്മാവും പരമാത്മാവും. സോ സെക്കൻഡ് ഗർഭോദകസായ വിഷ്ണു. അപ്പൊ ആദ്യത്തെ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോദകസായ വിഷ്ണു. രണ്ടാമത്തെ വിഷ്ണു ആരാണ്? ഗർഭോദകസായ വിഷ്ണു. അപ്പൊ ഇതെല്ലാം ഇവരെ കൃഷ്ണന്റെ ഭഗവാൻ കൃഷ്ണൻ എന്ന് വരുന്ന പ്ലിനറി എക്സ്പാൻഷൻസ് ആണ് ഇതൊക്കെ. ഇവരെല്ലാം ഈ ഭൗതിക ലോകത്തിലെ സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് സഹായിക്കുന്ന എന്നാണ് ഇവരെ പറയാ, എന്താവതാരം എന്ന് പറയാ? പുരുഷാവതാരങ്ങൾ അല്ലെ. സെക്കൻഡ് ഗർഭോദകസായ വിഷ്ണു enters into all universes to create diversities in each of them. The third Kshetrosaya Vishnu is diffused as the all-pervading super soul in all the universes and is known as Paramatma. അപ്പോൾ ഗർഭോദകസായ വിഷ്ണു ഓരോ യൂണിവേഴ്സിലും ഓരോ ബ്രഹ്മാണ്ടത്തിലും എൻട്രി ചെയ്യുന്നു, പ്രവേശിക്കുന്നു. ആൻഡ് മൂന്നാമത്തെ വിഷ്ണു ആയ ക്ഷീരോദകസായ വിഷ്ണു ഓരോ ആറ്റമിലും, യൂണിവേഴ്സിലെ ഓരോ ആറ്റമിലും പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. ഹി ഈസ് പ്രസന്റ് ഈവൻ വിത്തിൻ ദ ആറ്റംസ്. ഓരോ ആറ്റമിനും ഉണ്ടാകും, ഓരോ ജീവജാലങ്ങളുടെ ഹൃദയത്തിലുണ്ട്, അതേപോലെ ഓരോ അണുക്കളിലും ഉണ്ട്. എനിവൺ ഹു നോസ് ദീസ് 3 വിഷ്ണുസ് ക്യാൻ ബി ലിബറേറ്റഡ് ഫ്രം ദിസ് മെറ്റീരിയൽ എൻടാംഗിൾമെന്റ്. അപ്പൊ ഈ 3 വിഷ്ണു രൂപങ്ങളെ, വിഷ്ണുവിന്റെ അവതാരങ്ങളെ, പുരുഷാവതാരങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് മുക്തി കിട്ടും എന്നാണ് പറയുന്നത്. ദിസ് മെറ്റീരിയൽ വേൾഡ് ഈസ് എ ടെമ്പററി മാനിഫെസ്റ്റേഷൻ ഓഫ് വൺ ഓഫ് ദ എനർജീസ് ഓഫ് ദ ലോർഡ്. All the activities of the material world are directed by these 3 Vishnu expansions of Lord Vishnu Krishna. അപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫ്രം ക്രിയേഷൻ ടു അനിഹിലേഷൻ എല്ലാം ഈ 3 വിഷ്ണുവിന്റെ അധീനതയിലാണ് നടക്കുന്നത്. These Purushas are called incarnations. Generally, one who does not know the science of God Krishna assumes that this material world is for the enjoyment of the living entities and that the living entities are the Purushas. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് തെറ്റിദ്ധാരണ? അതായത് ലിവിങ് എൻറ്റിറ്റീസ് നമ്മളെല്ലാം പുരുഷന്മാരാണ്, എന്താണ് നമ്മളാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോ പുരുഷ മീൻസ് ജനറലി ഇറ്റ് ഇസ് എൻജോയർ. അപ്പൊ നമ്മളുടെ തെറ്റിദ്ധാരണ ഈ ഭൗതിക ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണെന്നാണ്. അങ്ങനെയാണോ?
എന്തിനാണ് ഈ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്? ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ, അതോടുകൂടി നമ്മുടെ ഒരു എന്താ പ്രഭുജി, കറക്ഷൻ, ജയിലില് ലിബറേഷൻ. നമ്മളെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ലിബറേറ്റ് ചെയ്യാണ് മെയിനാണ്. അതാണ് മെയിൻ. So according to Bhagavad Gita, this atheistic conclusion is false. അതായത് നമ്മളുടെ എൻജോയ്മെന്റിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, false ആണ്. In the verse under discussion, it is stated that Krishna is the original cause of the material manifestation. Srimad Bhagavatam also confirms this. The ingredients of the material manifestation are separated energies of the Lord. Even the Brahma Jyoti, which is the ultimate goal of the impersonalist, is a spiritual energy manifested in the spiritual sky. There are no spiritual diversities in the Brahma Jyoti as there are in the Vaikuntha Lokas, and the impersonalist accepts this Brahma Jyoti as the ultimate eternal goal. അപ്പോൾ ബ്രഹ്മജ്യോതിയിലെ വൈകുണ്ഠങ്ങളിലെ പോലുള്ള വെറൈക്കേറ്റഡ്നെസ് ഇല്ല. ഇമ്പേഴ്സണലിസ്റ്റ് അതായത് അൾട്ടിമേറ്റ് ആയിട്ട് ധരിക്കുന്ന ആ ബ്രഹ്മജ്യോതിയിലെ വെറൈക്കേറ്റഡ്നെസ് ഇല്ല, അവിടെ സർവീസ് ഇല്ല. അതാണ് പറയുന്നത്. The Paramatma manifestation is also a temporary, all-pervasive aspect of the Kshetra Sai Vishnu. The Paramatma manifestation is not eternal in the spiritual world. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരമാത്മാവ് എന്നുള്ള ആസ്പെക്ട് സ്പിരിച്വൽ വേൾഡിൽ ഇല്ല, അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അല്ലേ? പരമാത്മാവ് ഭൗതിക ലോകത്ത് മാത്രമേ ഉള്ളൂ. അവിടെ ഭഗവാന്റെ മുമ്പിലാണ് നമ്മൾ. ഇപ്പൊ പരമാത്മാവിന്റെ ആവശ്യം എന്താ? വി ആർ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഭഗവാൻ, വി ആർ വിത്ത് ഭഗവാൻ. അപ്പൊ പരമാത്മാവിന്റെ ആവശ്യമില്ല അവിടെ. Therefore, the factual absolute truth is the supreme personality of Godhead Krishna. He is the complete energetic person and he possesses different separated and internal energies. Apo Bhagwan is the Shaktiman, and Shaktiman ഒരുപാട് ശക്തി ഉണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികളാണ് എന്താണ്? അന്തരാംഗ ശക്തിയും ബഹിരാംഗ ശക്തിയും. അല്ലേ? ആ ബഹിരാംഗ ശക്തിയാണ് ഭൗതിക ലോകത്തിൽ കംപ്ലീറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആധ്യാത്മിക ലോകത്തില് ഏത് ശക്തിയാണ്? അന്തരാംഗ ശക്തി. അന്തരാംഗ. അപ്പോ മാർജിനൽ തടാസ്ത ശക്തിയോ? അത് മെറ്റീരിയൽ വേൾഡിലുള്ള എല്ലാ ലിവിങ് എൻറ്റിറ്റീസ്. മെറ്റീരിയൽ വേൾഡിലുള്ള ലിവിങ് എൻറ്റിറ്റീസ്. ലിവിങ് എൻറ്റിറ്റീസ്. ഓക്കെ, അതിന്റെ സോഴ്സ് എന്താ? മെറ്റീരിയൽ, അതായത് അന്തരാംഗ ശക്തിയാണോ ബഹിരാംഗ ശക്തിയാണോ? അത് നമ്മുടെ ചോയ്സ് അല്ലേ പ്രഭുജി? അല്ലല്ല, ഞാൻ ആക്ച്വലി നമ്മള് അന്തരാംഗ ശക്തി ചോദ്യം. ഇതിപ്പോ രണ്ട് ശക്തി ഉണ്ട്, ബഹിരാംഗ ശക്തി, അന്തരാംഗ ശക്തി, അല്ലെ? ഇപ്പൊ ബഹിരാംഗ ശക്തി കംപ്ലീറ്റ് ഭൗതിക ലോകം, അന്തരാംഗ ശക്തി കംപ്ലീറ്റ് സ്പിരിച്വൽ. മാർജിനൽ തടാസ്ത ശക്തി, അപ്പൊ നമ്മൾ ഏതിൽ വിടും? ഏത് കാറ്റഗറിയിൽ വിടും? മാർജിനൽ ആണ്. പക്ഷെ അതിന്റെ സോഴ്സ് എന്താണ്? അന്തരാംഗ ശക്തി തന്നെയല്ലേ പ്രഭുജി? ഞാൻ അങ്ങോട്ടാ ചോദ്യം ചോദിക്കുന്നത്, ഇങ്ങോട്ട് ചോദിച്ചു. പ്രഭു അന്തരാംഗ ശക്തി തന്നെയാണ് പ്രഭു. ഉറപ്പല്ലേ? അതെ പ്രഭു. ലോക്ക് ചെയ്യട്ടെ? പ്രഭുജി. എന്താ സിനിമാതാജി എന്താ പറയുന്നത്? എക്സ്പേർട്സ് പറയുമ്പോ ഞാനും ലോക്ക് ചെയ്തു. പ്രഭു, എവറിത്തിങ് ഈസ് ക്രിയേറ്റഡ് ബൈ കൃഷ്ണ. അങ്ങനെ വെച്ച് നോക്കുമ്പോ അന്തരാംഗ ശക്തി തന്നെയാണ് പ്രഭു. വെരി ഗുഡ്. യെസ്, അന്തരാംഗ ശക്തിയാണ്. കാരണം നമ്മൾ സ്പിരിറ്റ് ആണ്, അല്ലേ?
പക്ഷെ അതായത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മായയല്ലേ പ്രഭുജി? ആ നമ്മുടെ ഒരു ലെവല് കഴിയുന്നവരെ. ആ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന മായ വെച്ചാൽ നമ്മൾ മായയിലേക്ക് പോകുമ്പോൾ കൺട്രോൾ ചെയ്യും. ഭഗവാനിലേക്ക് പോകുമ്പോൾ ഭഗവാന്റെ ഇല്ല കൺട്രോൾ. ഓക്കെ ഓക്കെ. അപ്പോ സ്പിരിറ്റ് സോൾ, സ്പിരിറ്റ് അന്തരാംഗ ശക്തിയിൽ വരും. സോ വി ആർ ഓഫ് ഷൂട്ട് ഓഫ് marginal energy, okay, living entities are offshoot of internal potency, not product of external potency. Okay. So in the material energy, the principal manifestations are 8, as above mentioned. Out of these, the first 5 manifestations, namely earth, water, fire, air, and sky, are called the 5 gigantic creations or the gross creations. Now I'll explain to the other, within which the 5 sense objects are included. Okay. ഏതൊക്കെ സെൻസ് ഒബ്ജക്ട്സ്? ശബ്ദം, മണം, അങ്ങനെയുള്ളതല്ലേ പ്രഭുജി? സെൻസ് ഒബ്ജക്ട്സ്. ടേസ്റ്റ്, സൗണ്ട്, സ്മെൽ, കാഴ്ച, ടച്ച് ആൻഡ് വിഷൻ, ഹിയറിംഗ് അല്ലേ? അപ്പൊ ഈ 5 എണ്ണം ഈ 5 ഗ്രോസ് എലിമെന്റ്സിൽ ഉണ്ട്, ഇൻക്ലൂഡ് ആണ്. സ്കൈയില് എന്താണുള്ളത്? സൗണ്ട് ഉണ്ട് അല്ലേ? സൗണ്ട് എന്നാണ് സ്കൈ. സ്കൈ മീൻസ് ഈതർ. ഈതറിന്റെ സട്ടിൽ ഇതാണ് സൗണ്ട്. എയറിൽ സൗണ്ടും ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ടച്ചും ഉണ്ട്. ഓക്കെ. ഫയറിൽ സൗണ്ടും ഉണ്ട്, ടച്ചും ഉണ്ട്, ഫോമും ഉണ്ട്. വാട്ടറില് സൗണ്ടും ഉണ്ട്, ടച്ചും ഉണ്ട്, ഫോമും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. എർത്തില് അത് 4 ഉണ്ട്, പ്ലസ് സ്മെല്ലും ഉണ്ട്. ഓക്കെ. അങ്ങനെയാണ്. അതാണ് പറയുന്നത് within which the 5 sense objects are included. They are the manifestations of physical, sound, touch, form, taste, and smell. Okay, material science comprises these 10 items and nothing more. Material science ഇതിൽ അപ്പുറത്ത് അവർക്കറിയില്ല. But the other 3 items, namely mind, intelligence, and false ego, are neglected by the materialists. കാരണം അവർക്ക് അതിനെപ്പറ്റി എക്സ്പീരിയൻസ് ഇല്ല, എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റില്ല. Philosophers who deal with mental activities are also not perfect in knowledge because they do not know the ultimate source, Krishna. അവർക്ക് വേഗ് ഐഡിയാസ് ഉണ്ട്. ഈവൻ സയന്റിസ്റ്റിന് മൈൻഡ്, ഇന്റലിജൻസ്, ഇതിന്റെ വേഗ് ഐഡിയാസ്, കംപ്ലീറ്റ് നോളജ് ഇല്ല. ഈവൻ ഫിലോസഫേഴ്സിന് കൂടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് അൾട്ടിമേറ്റ് സോഴ്സ് അറിയില്ല എന്നാ പറയുന്നത്. സോ അൾട്ടിമേറ്റ് സോഴ്സ് ഇസ് കൃഷ്ണ. The false ego, I am, and it is mine, which constitute the basic principles of material existence, includes 10 sense organs or material activities. Intelligence refers to the total material creation called the Mahatattva. Okay. Intelligence refers to the total material creation called Mahatattva. Therefore, from the 8 separated energies of the Lord are manifest the 24 elements of the material world. അപ്പൊ 24 elements ഈ ഇതെന്നാണ് വരുന്നത്. The 8 separated energies of the Lord are manifest the 24 elements of the material world, which are subject matter of Sankhya atheistic philosophy. അപ്പോ ഏത്തിസ്റ്റ് കബീറുടെ സാങ്ക്യ ഫിലോസഫി പ്രകാരം ഈ 24 എലിമെന്റ്സ് ആണ് വരുന്നത്. അതില് അവർ ആത്മാവോ പരമാത്മാവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഏത്തിസ്റ്റ് കബീറുടെ സാഖ്യയോഗിയാണ്. ഇറ്റ്സ് നോട്ട് ദ കപില ഇൻകാർണേഷൻ കപിലയുടെ സാഖ്യയോഗി അല്ല ഇവിടെ പറയുന്നത്. ഏത്തിസ്റ്റിക് ഫിലോസഫി. They are originally offshoots from Krishna's energies and are separated from him. But atheistic Sankhya philosophers with a poor fund of knowledge do not know Krishna as the cause of all this. അപ്പൊ അതുകൊണ്ടാണ് ഏത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഏത്തിസ്റ്റ് കപിലിന് കൃഷ്ണ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ദീസ് എലിമെന്റ്സ് എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഏത്തിസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്നത്. പക്ഷെ കപില മഹർഷി തന്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ആ സാങ്ക്യ ഫിലോസഫി തീസ്റ്റിക് ആണ്. ഇറ്റ്സ് നോട്ട് ഏത്തിസ്റ്റിക്. കാരണം വെച്ചാൽ അത് 24 എലിമെന്റ്സിന് മാത്രമല്ല, അതിന്റെ സോഴ്സ് ആയിട്ടുള്ള
ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതായത് ജീവാത്മാവുണ്ട്, പരമാത്മാവിനെ പറ്റിയിട്ടും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. So that is the real philosophy, Sankhya philosophy. The subject matter for discussion in the Sankhya philosophy is only the manifestation of the external energy of Krishna as it is described in the Bhagavad Gita. Apo ee Sankhya philosophy le allade the manifestation of external energy of Krishna, ബഹിരാംഗ ശക്തി, അതിനെ പറ്റി മാത്രമാണ് ആരുടെ സാങ്ക്യ ഫിലോസഫിയിൽ പറയുന്നത്? ഏത്തിസ്റ്റിക് കപിലയുടെ. This is in brief text 4, subtext 5. Next week Hare Krishna. So vancha kalpatarubhyasya kripa sindhubhya vacha patitanam pavanebhyo vaishnavebhyo namo. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदे हरि।